മണിയന്റെ ക്യാരക്ടർ ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. ചോദിച്ചാൽ ഇട്ടിരിക്കുന്ന എഫേർട്ട് നമുക്ക് ഒരുപാട് കാണാൻ പറ്റുന്നുണ്ട്. പടക്കം ഒരു രക്ഷയില്ല. ടൊവിനോ എന്ന് പറഞ്ഞാൽ പറയട്ടെ, 3 കഥാപാത്ര കരിയർ തന്നെ ഒരു അത്ഭുതകരമായ കഥാപാത്രങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതുപോലെ നല്ല സിനിമകൾ ഉണ്ടാവട്ടെ. മധുവേട്ട അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ടോവിനോടെ ഏറും? നിങ്ങൾ കണ്ടായിരുന്നു സിനിമ? പടം കണ്ടു. എന്ത് തോന്നി? അടിപൊളിയായിരുന്നു. ടോവിനോട് ഒരു കരിയർ ബെസ്റ്റ് തന്നെയായിരുന്നു. 3 ക്യാരക്ടറും ടോവിനെ സൂപ്പർ ആയിട്ട് ഉണ്ടായിരുന്നു. ഇനി മാധവേട്ടൻ എന്താ തോന്നി നിങ്ങൾ പ്രേക്ഷകർക്ക് പറയാമോ? എനിക്ക് മണിയന്റെ ക്യാരക്ടർ ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. അജയന്റെ ക്യാരക്ടറിൽ ഒരുപാട് റിലേറ്റബിലിറ്റി ഉണ്ടായിരുന്നു. അതേപോലെ മണിയന്റെ ക്യാരക്ടറിന് ഒരുപാട് എസൻസ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമ. തിയേറ്ററിൽ നിന്ന് ഇറങ്ങി എല്ലാവരും തന്നെ പറഞ്ഞത് മണിയന്റെ ക്യാരക്ടറിനെ കുറിച്ചായിരുന്നു. അതെ, ഒരുപാട് ഐ തിങ്ക് ചോദിച്ചാൽ ഇട്ടിരിക്കുന്ന എഫേർട്ട് നമുക്ക് ഒരുപാട് കാണാൻ പറ്റുന്നുണ്ട്. വേറെ ചോദിച്ചാൽ നാച്ചുറൽ ലുക്കിലുള്ള ക്യാരക്ടർ അല്ല അത്. മണിയന്റെ വേഷം തുടക്കം കാണിക്കുന്നത് നമുക്ക് ടോവിനോട് മുഖം അതിനകത്ത് കണ്ടെടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. അല്ല, അത് കാണാൻ പറ്റുന്നുണ്ട്. ചോദിച്ചാലാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ ഇറ്റ് വാസ് എ ഡിഫറെന്റ് ക്യാരക്ടർ. വേറൊരു എനർജി ആയിരുന്നു അതിന്. ബേസിൽ അജു വർഗീസ് ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ ഒരു സിനിമ എപ്പോഴും ഒരാളുടെ ഷോ മാത്രമല്ല, എല്ലാരും ചേർന്ന് വരുമ്പോഴും അത് എടുക്കുന്ന രീതി എല്ലാം വരുമ്പോഴാണ് അതൊരു കംപ്ലീറ്റ് മൂവി ആയിട്ട് വരുന്നത്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ARMന്റെ